അങ്ങോട്ട് വരുന്നു. ആമനാക്കൊരു കുപ്പായം അളവതിലുണ്ട്. മറ്റന്നാ വരാം. എന്താണ് മൂലി വന്നിട്ട് പോയ വല്ല കുഴപ്പമുണ്ടാ? ജബ്ബാർക്ക, അത് ആരുടെ തുണിയാണെന്നറിയോ? ആരുടെയാ? ആമിനാത്താത്തന്റെ. അസീസേ, ഞാൻ അസീസ്. എന്താ? ഹൈദ്രോസൊക്കെ ഒരു കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട്. അതിനെന്താ? തുന്നിക്കോളി. അതല്ല. എന്താ അച്ഛാ, വേഗം പറയ്. അല്ല, തുണി കമ്മിയാ. അത് പറയാൻ നിങ്ങൾ വന്നത്? സാരില്ല, തിരിച്ചു വന്നോളി. അല്ല, തുണി ഞാൻ തന്നെ മേടിച്ചു തുന്നിക്കോളാം. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ കുപ്പായത്തില് ലൈസ് ഇല്ലേ? ഇങ്ങനെ വെക്കല്ലേ? അത് വെക്കണ്ടേ? ഇതൊന്നും ഞമ്മക്കറിയില്ല. നിങ്ങൾ എന്താ വെച്ചോ. അത് ശരി. അല്ല, അതിന് കായ് വല്ലതും വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. കുപ്പായം ആമനക്കല്ലേ? ചോദിച്ചാ മതി. ഇവിടില്ലേ? ഓൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കോളി, ഞമ്മക്ക് വേറെ പണിയുണ്ട്. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. പച്ച മതിയെന്ന് പറ ഉമ്മ. ആമിന, ആമിന. ഉമ്മ, ധാരാ നോക്കിയേ. എവിടേക്കാ രാവിലെ? ഞമ്മള് പോവാ. ഇനി 10 ദിവസം കഴിഞ്ഞേ വരൂ. കുടി കിട്ടിയാ? 10 ദിവസോ? എങ്ങടാ? ഒരു ഇന്റർവ്യൂ. എവിടെ? തിരുവനന്തപുരത്താ. നമ്മളിവിടെ ഒറ്റയ്ക്കാവും. ആമിനക്കുട്ടി വരുന്നു എന്റെ കൂടെ. എന്റെ അമ്മാവന്റെ വീട്ടിൽ താമസിക്കാം. ഒരാഴ്ച കഴിഞ്ഞ് വരാം. അവിടെ കടലുണ്ട്, കാഴ്ച ബംഗ്ലാവുണ്ട്, മൃഗശാലയുണ്ട്. അതിനുള്ള ബാക്കിയൊന്നും എനിക്കില്ല. ഉമ്മ പോവാ അത്ര. 10 ദിവസം കഴിഞ്ഞ് വരുമെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. പണി കിട്ടിയ രാധക്കുട്ടിയും പോവും. ഞങ്ങളെയൊന്നും മറക്കരുത് കേട്ടോ. എന്റെ ഉമ്മയെ ആമിനെയും ഞാൻ മറക്കുവോ? ഈ ഉമ്മയുടെ കൈത്തണ്ട് പിടിച്ച ഞങ്ങൾ രണ്ടുപേരും വളർന്നത്. ഞാൻ കാരണം എത്ര തല്ല ആമിനക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. തടുക്കാൻ വരുന്ന ഉമ്മയ്ക്കും കിട്ടും ഹൈദ്രോസക്കയുടെ അടുത്തുനിന്ന്. ഞാനൊന്നും മറക്കില്ല കേട്ടോ. പോട്ടെ, അച്ഛൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടാവും.
ആരുമില്ല ഇവിടെ. ഉമ്മയില്ല. വാപ്പ ബാപ്പയും ഇല്ല. ആമിന, കുപ്പായം തുന്നിക്കഴിഞ്ഞില്ല. കയ്യുമ്പോ കൊടുത്തയച്ചാ മതി. നിങ്ങൾ പൊയ്ക്കോളിനും. ആമിനക്ക് വലിയ പേടിയാ. ബാപ്പ വന്നാ? ആമിന, ഇന്നലെ മുതൽ ഞാൻ ആലോചിക്കുക, എങ്ങനെയാ ആമിനന്റെ കുപ്പായം തുന്നുകയാണ്. ആമിന നോക്ക്, ചന്തല്ലേ? ഇതിലേതാ ഇഷ്ടം? ഞമ്മക്കറിയില്ല. ആമിന പറയാതെ ഞാൻ പോവില്ല. എന്താ, ഇഷ്ടമല്ലേ? നേരാവണു. ബാപ്പ വരും. പറയാമിന, ഇഷ്ടം എന്നൊരു വാക്ക് പറഞ്ഞ. ഒക്കെ ഇഷ്ടാ. നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി. ഒക്കെ ഇഷ്ടാ. നിങ്ങൾക്ക് പിടിച്ചേ തുന്നിക്കോളി. നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? ആ എഴുത്തച്ഛന്റെ വീട്ടിലെ തുണി തുന്നി കൊടുക്കണ്ടേ? പണ്ടാറടങ്ങ്. ഇതിനകത്തൊരു കടലാസ്. തുന്നക്കൂലിയുടെ കടലാസാവും. തുന്നക്കൂലി കൊടുത്തതാണല്ലേ? എവിടെ? ഇതൊരു കത്താൻ തോന്നാണല്ലേ? വായിച്ചു നോക്കിയാലേ കത്താന്നറിയോ? ഓൻ ഇവിടെ നിന്ന് ചോദിച്ചല്ലോ. ഓൻ ഇവിടെ വന്നിരുന്ന തുണി പോരാന്ന് പറഞ്ഞ്. എന്നിട്ടെന്താ എന്നോട് പറഞ്ഞില്ല? അന്നോടാ ചോദിച്ചത്. നല്ല ബലാലോട്ട് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. നിൽക്കാൻ കഴിഞ്ഞാലെങ്കിലും പോക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്. എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ. എന്റെ തങ്കക്കുടം തിളങ്ങണമെങ്കിൽ ഓന്റെ കുടിയിലിരിക്കണം. ഓന്റെ അടുത്ത് അതിനുള്ള പണമുണ്ട്, പവറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ അനക്ക് വിവരം വേണ്ടേ? നമുക്ക് വേണ്ട ഓന്റെ കൈ. ഓൾ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളൂ. ഞമ്മക്ക് വേണം. ഓനൊരു മോളുണ്ട്, ആമിനന്റെ അത്ര. അതിനെന്താ?
അതിനെന്താന്ന് ഓ ആണല്ലേ ഓനെ വിടുക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലിക്കൊന്നാലും നമ്മൾ സമ്മതിക്കൂല. അന്റെ സമ്മതം ചോദിച്ചാ ഇബിലീശേ മുന്താണ്ടിരുന്നു വടക്കോയി പോവണ്ട. മോളെ, എനിക്ക് നിക്കാഹ് വേണ്ട ഉമ്മ. നമ്മൾ നിക്കാഹ് കഴിക്കൂല. അനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. എന്തിരിട്ടേ പറഞ്ഞ് ഒന്നൂടെ പറയ്. അനക്ക് നിക്കാഹ് വേണ്ടാന്ന. വേണ്ട ബാപ്പ. മോള് കുട്ടിയല്ലേ, വല്ലോ പറഞ്ഞെന്ന് വെച്ച്. നീ കെട്ടാൻ പോണത് കുഞ്ഞലമീനെയാ. എന്റെ അനക്ക് പിടിച്ചില്ലേ? അനക്ക് പിടിച്ചില്ലേ? മോള് കെട്ടിക്കോളും. നിങ്ങളൊന്ന് വിടുന്നത്. ഇവിടെ എന്തെങ്കിലും ഇടങ്ങാറുണ്ടാക്കിയ നിന്റെ സ്വഭാവം എനക്കറിയാല്ല.